ஏமாத்திட்டேன், நல்ல ஏமாத்திட்டேன். அருண் சார், உங்க அசிஸ்டன்ட் இந்த மலையாள பையன்ல ரொம்ப கெட்டிக்காரு. நம்ம பையன் தான். நீ அவன் ஜிபே திங்க வரும்போது நான் மாடிட்டு பார்த்தேன். நல்லா ஏமாத்திட்டப்பா. எப்படி? சரி தேவர், சரி, அப்புறம் பார்க்கலாம். See you தேவர். ஓகே சார், வரட்டுமா? சரி. എടാ തേവരെ, எப்படி உள்ள வந்த? മനസ്സിലായില്ലേ? പെരുമാൾ. താൻ പറഞ്ഞല്ലോ ജീപ്പിലൂടെ വന്നപ്പോ ടെറസിൽ നിന്ന് കണ്ടു. നീ എപ്പടി ഉള്ള വന്ന? ഏമാത്തിട്ടിങ്ങെന്ന് താൻ പറഞ്ഞില്ലേ? അപ്പോഴാ ഞാൻ തന്നെ ഏമാത്തിയത്. ഇത്രയും വലിയൊരു വീട്ടിലൊരു വലിയ കള്ളൻ താമസിക്കുമ്പോ ഒരു കൊച്ചു കള്ളൻ ഇതിനകത്ത് കിടക്കാൻ എന്താണോ ഒരു ബുദ്ധിമുട്ട്? എന്നെ അവനക്ക് പോയ അവിടെ ഞാൻ പോലീസ് കൂപ്പിടുക. പോലീസിനെയൊക്കെ ഞാൻ കൂപ്പിടാം. നടക്കണോ?
വീട്ടിലെ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് തേവരെ കൂട്ടി വേറൊരു ജീപ്പ് എടുത്തുവാ. ഈ ജീപ്പ് ഞാൻ കൊണ്ടുപോകും. ഞങ്ങൾ വരട്ടെ മുമ്പേ. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ എത്ര രാത്രിയായാലും വിളിക്കാൻ മടിക്കണ്ട. പേടിക്കാനൊന്നുമില്ല. നാളെ ഡിസ്ചാർജ് ചെയ്യാമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. നമുക്ക് പോവാം. ഇത്രയും സെക്യൂരിറ്റിന്റെ ആവശ്യം എന്താണപ്പാ? അവരത് അറിഞ്ഞു കാണും. അതാണിപ്പോ എന്റെ സംശയം. തനിക്ക് ഭ്രാന്താടുവോ? അവരെങ്ങനെ അറിയാൻ? അല്ലാത്തരും പോലീസും പട്ടാളത്തിന്റെ ആവശ്യം. താൻ പേപ്പറിലൊന്നും വായിച്ചില്ലേ? VIP-സിന് സ്പെഷ്യൽ സെക്യൂരിറ്റി കൊടുക്കണമെന്നാ സെൻട്രൽ ഗവൺമെന്റ് ഓർഡർ. എന്തായിരിക്കും ആര് പത്രം വായിക്കലുണ്ട് പോലെ? വത്സലേ, എനിക്കൊന്ന് ഫോൺ ചെയ്യണമെന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ടല്ലോ ഫോൺ. അയ്യോ വേണ്ട, ഉറങ്ങുകയല്ലേ. ഞാൻ താഴെ പോയി ചെയ്തിട്ട് വരാം. CM എവിടെ? 6ാമത്തെ നിലയിലാണ്.
നല്ല ഉറക്കമാണ്. ഹി വിൽ ബി ഓൾ റൈറ്റ് സൂൺ. ഏയ് മിസ്റ്റർ, അവനെ കിട്ടിയോ? ഇല്ല. എന്തിനാ എഴുന്നേക്കുന്നേ? നീ അനങ്ങാതെ കിടക്ക്. പേടിക്കാനൊന്നുമില്ല. 2 സ്റ്റിച്ചുണ്ട്, അത്രേ ഉള്ളൂ. DAG ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ പോയതേ ഉള്ളൂ. അവനെ കിട്ടിയില്ലേ? നേരം വെളുക്കുന്നതിന് മുമ്പ് പിടിക്കും. എല്ലാ ഹോട്ടലിലും സിറ്റിയുടെ ഓരോ മുക്കിലും മൂലയിലും അവനെ തിരയുന്നുണ്ട്. പിടിക്കാതിരിക്കില്ല, ഡെഫിനറ്റ്. അല്ല, നീ അങ്ങോട്ടാ? ഞാൻ പോവാ. എനിക്കിനി ഇവിടെ കിടന്ന് ഉറക്കം പറ്റില്ല. എടാ, നിനക്ക് ഇപ്പൊ റെസ്റ്റാണ് ആവശ്യം. നീ റിലാക്സ് ചെയ്യേ. പറയുന്നത് നിനക്ക് പെരുമാളെ. ഇവിടെടാ. നിങ്ങൾ തന്നെയാണോ ആംബുലൻസ് വിളിച്ചത്? അതെ സാർ. ഇത് തന്നെയാണല്ലോ ആള്? അതെ സാർ. പക്ഷെ ഈ മുടി അല്പം. ദാ, എല്ലാം പാക്ക് ചെയ്തെടുത്തോളൂ. വരൂ. നീയോ? വാ. അല്ല, ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് നീ ഇതെവിടെ നിന്ന് വരുന്നു? എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴി ഒരു ആക്സിഡന്റ് പറ്റി. കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. ഹോസ്പിറ്റലിൽ പോയി ഡ്രസ് ചെയ്യിച്ചു. 2 ദിവസം അവിടെ കിടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഈ ഹോസ്പിറ്റൽ കേട്ടാ എനിക്ക് അലർജിയാ. സത്യം പറഞ്ഞ അപ്പോഴാ നിന്റെ കാര്യം ഓർത്തത്. അതേതായാലും നന്നായി. അല്ല, നിന്റെ വണ്ടി എവിടെ? വർക്ക്ഷോപ്പില്ല. 2 ദിവസം കഴിഞ്ഞേ കിട്ടും. അത് കിട്ടിയിട്ട് വേണം എസ്റ്റേറ്റിലേക്ക് പോകാൻ. ശ്രീധര, നാളെ രാവിലെ ഞാൻ ഏതെങ്കിലും ഹോട്ടലിലേക്ക് മാറിക്കൊള്ളാം. അത് നമുക്ക് ആലോചിക്കാം. വാ, കിടക്കാം. അല്ല, നിന്റെ വൈഫൊക്കെ ഒരിക്കുക. ഓ, വാ. എവിടെ നിന്ന്? ആ ലൈറ്റ് ഇട്ട് ആ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്തേ. പിന്നെ അവിടെ ഇതിന്റെയൊക്കെ ആവശ്യം വല്ലതും ഉണ്ടായി. ആ സർക്കാർ ബംഗ്ലാവിൽ എങ്ങാനും വന്ന് താമസിച്ചിരുന്നെങ്കിൽ വെറുതെ നമ്മളെ മെനിക്കണം. പലരെയും കണ്ടിട്ട്
എന്നാലും ഇങ്ങനെ ഒരു വാശിയുണ്ട്. എന്റെ ഒപ്പീനിയൻ അയാൾ സ്ഥലം വിട്ട് കാണും. ഇനി അയാൾ ഇവിടെ നിൽക്കില്ല. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല സാർ. അയാൾ പോവില്ല. പോകില്ലേ? ഇന്നലെ ഈ പട്ടണം മുഴുവൻ അരിപ്പ വെച്ച് അരിച്ചു നോക്കിയത്. നമ്മുടെ പോലീസുകാരല്ലേ സാർ അരിച്ചത്? ഹലോ, എങ്ങനെയുണ്ടോ മന്ത്രിക്ക്? നാളെ ഡിസ്ചാർജ് ചെയ്യുമെന്നാ തോന്നുന്നത്. സാർ, ഇന്നലത്തെ സംഭവം CM അറിഞ്ഞോ? അറിഞ്ഞു. പുള്ളിക്ക് അത്ര വിശ്വാസമായി. ആ, ഇനിയും വിശ്വാസമായില്ലെങ്കിൽ കാലം വരുമ്പോഴേ മനസ്സിലാക്കും. പിന്നെ ആ കൈമളിന്റെയും ഗ്രൂപ്പിന്റെയും കാര്യം പറഞ്ഞു. പക്ഷെ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം അവരോട് മിണ്ടിപ്പോരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു ബൈ ഇലക്ഷൻ ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം. അതും ഇതുമായിട്ട് എന്താ ബന്ധം സാർ? എനിക്കറിയില്ല, ഞാൻ രാഷ്ട്രീയക്കാരനല്ല. സാർ, ഈ ബൈ ഇലക്ഷൻ വരെ അങ്ങനെ ജീവിച്ചിരിക്കുവോ? അത് പറയാൻ ഞാൻ ജ്യോത്സ്യനുമല്ല. സാർ, നമുക്ക് അയാളുടെ ഫോട്ടോഗ്രാഫി TV കൊടുത്താലോ? അല്ല, ഒരുപാട് വിവരങ്ങളൊന്നും വേണ്ട. ആളെ കുറിച്ചൊരു വാണിംഗ് അത്രയും മതി. ജനങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? അത് വേണം. ആ, നോക്കാം. ഇമ്പോർട്ടന്റ് മെസ്സേജ് വല്ലതും ഉണ്ടെങ്കിലേ എന്നെ വീട്ടിലേക്ക് വിളിച്ചാൽ സാർ. കൊട്ടോ സാർ, മിനിസ്റ്റർക്ക് വല്ലതും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ലോട്, നമ്മളൊക്കെ ഇല്ലേ ഇവിടെ. എന്തായി, പണിയെല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞു സർ. എല്ലാ ഗ്ലാസും മാറ്റി ബുള്ളറ്റ് പ്രൂഫ് തന്നെ ഇട്ടു. ഗോപിക്കുട്ടാ, എന്താ സാർ? ഇവിടെ ആരാ പാചകം ചെയ്യുന്നത്? വത്സല തന്നെ. വേറെ കുക്കൊന്നുമില്ലേ? ഇല്ല. സാധനങ്ങൾ വാങ്ങിക്കുന്നതോ? ചിലപ്പോ വണ്ടിക്കാർ വരും, ഇല്ലെങ്കിൽ ഞാൻ തന്നെ പോയി മേടിക്കും. എന്നാ ഇനി എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്യൂട്ടിക്കാരുണ്ട്, അവരോട് പറഞ്ഞാൽ മതി. ശരി സാർ. சார், எனக்கு தமிழ்நாடு ஹோம் மினிஸ்டர் கிட்ட பேசணும். ஒரு ட்ரங்க் போடுங்க. എന്ത് പേശണം? அது உனக்கு தெரிய வேண்டிய அவசியம் இல்லையா? அவர்கிட்ட நான் தானே பேசுறேன். താനിപ്പോ ആർക്കിട്ടും പേശണ്ട. அப்படி சொன்னா முடியாது, எனக்கு பேசித்தான் ஆகணும். സാർ, ഇയാളെ இங்க பேசாதீங்க. இப்படி, இப்படி, நான் யாரு தெரியுமா? நான் உன்னை பாத்துக்கிறேன். நீ மெட்ராஸுக்கு வா, நான் சரியா கவனிச்சிடுறேன். ഞാൻ ഇയാളെ അറിയും, എവിടെയോ കണ്ടിട്ടുണ്ട്. ഇവിടെ തന്നെയാ. ഇവിടെ എന്ന് വെച്ചാ എവിടെ? താമസിക്കുന്ന എവിടാന്നറിയോ? അറിയില്ല. ജോലി എവിടാന്നറിയോ? അതും അറിയില്ല. പക്ഷേ ഇയാളുടെ മുഖം എനിക്ക് നല്ല പരിചയമുണ്ട്. പേരും വീടും ജോലിയും ഒന്നും അറിയാതെ ഒരാളെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഞാനൊന്ന് ശ്രമിക്കട്ടെ. എങ്ങനെ? ഞാൻ വേണേ അന്വേഷിക്കാൻ പോലീസുകാരെ വിട്ടുതരാം. അത് വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. വർക്ക്ഷോപ്പിൽ വെച്ചാണെന്ന് തോന്നുന്നു. ആ വേണം, കാട്ടിലൊക്കെ തപ്പണം. ഫോറസ്റ്റ് ഐ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. ആ ഓക്കെ. ആളെ കിട്ടിയോ? ഉവ്വ്. വീടെവിടെ? അതൊക്കെ പറയാം, വാ, വേഗം വാ. ഒരു പ്രത്യേക അറിയിപ്പ്. ഈ ചിത്രത്തിൽ കാണുന്ന ആൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര കുറ്റവാളിയാണ്. ഇയാളെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ എത്രയും വേഗം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ പോലീസ് കൺട്രോൾ റൂമിലോ അറിയിക്കാൻ
ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, ലോ ആൻഡ് ഓർഡർ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. Still you believe? നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ അയാൾ ഇനിയും ഒരു അറ്റംപ്റ്റിന് കൂടി തയ്യാറാകുമെന്ന്? യെസ് സർ, ഐ സ്ട്രോങ്ലി ബിലീവ്. ജനങ്ങൾ മുഴുവൻ അയാൾ മനസ്സിലാക്കി കഴിഞ്ഞു. CMന് മാക്സിമം സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട്. കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അയാളെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനും മെസ്സേജും പോയി കഴിഞ്ഞു. കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഒരു മനുഷ്യന് വേണ്ടി ഇത്രയും വിപുലമായ ഒരു വേട്ട നടക്കുന്നത് ഇതാദ്യമായിട്ടാണ്. യു സ്റ്റിൽ ബിലീവ്? യെസ് സർ. വൈ ആൻഡ് ഹൗ? മറ്റന്നാൾ സ്വാതന്ത്ര്യ ദിനമാണ്. പരേഡിന് ചീഫ് ഗസ്റ്റ് CM ആണ്. വിശാലമായ സ്റ്റേഡിയം, ജനസഹസ്രങ്ങൾ. ഹീസ് എ ഷാർപ്പ് ഷൂട്ടർ. അവൻ ഉന്നം പഴക്കില്ല. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഞാൻ എന്ത് ചെയ്യണം? പരേഡ് സെറമണിക്ക് CM ഉണ്ടാകരുത്. നടക്കില്ല. ഇംപോസിബിൾ. ഏതൊരു CMന്റെയും പ്രിവിലേജ് ആണ് സ്വാതന്ത്ര്യ ദിനത്തിൽ സെല്യൂട്ട് സ്വീകരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മൾ പറഞ്ഞാൽ CM അനുസരിക്കുമെന്ന്? എനിക്കറിഞ്ഞൂടാ. സാറിന് അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചാൽ. നിങ്ങൾക്കൊന്ന് ശ്രമിച്ചുകൂടി? CM നിങ്ങളുടെ സുഹൃത്തല്ലേ? ഞാൻ ശ്രമിച്ചു നോക്കാം സാർ. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചാൽ അയാൾ രക്ഷപ്പെടും. 100-1 1000-1 ലക്ഷത്തിലൊരു അംശം പോലും രക്ഷപ്പെടാൻ സാധ്യതയില്ല. അങ്ങനെയുള്ളപ്പോൾ സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ നിങ്ങളാണെങ്കിൽ തയ്യാറാകും. ഡിറ്റർമിനേഷൻ എന്ന വാക്കിന്റെ അർത്ഥം സാറിന് ശരിക്കും മനസ്സിലാകാഞ്ഞിട്ടാണ് സർ. ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, മുഖ്യമന്ത്രിയാണ്. സ്വാഭാവികമായും ശത്രുക്കളുണ്ടാവും, ഭീഷണി ഉണ്ടാകും. എന്ന് കരുതി ഒരു മൃഗത്തിനെ പോലെ കൂട്ടിനകത്ത് കഴിയണമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ പറഞ്ഞില്ല. നാളത്തെ പബ്ലിക് അപ്പിയറൻസ്, അതാണ് പ്രോബ്ലം. ഫോർ സെക്യൂരിറ്റി സേക്ക് രാമു സഹകരിക്കണം. വൈ ഷുഡ് ഐ? കുറച്ചു മുമ്പ് നീ പറഞ്ഞല്ലോ എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള രക്ഷാസന്നാഹങ്ങളെ കുറിച്ച്. ബുള്ളറ്റ് പ്രൂഫ് കാറ്,
വീട് മുഴുവൻ സ്റ്റേഡിയം പോലെ ഫ്ലഡ് ലൈറ്റ്, ഇടവും വലവും തിരിയാൻ അനുവദിക്കാതെ ചുറ്റും നിൽക്കുന്ന കമാൻഡോ ഗാർഡുകൾ, എന്തിന് എന്റെ ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണം പോലും നിന്റെ സെക്യൂരിറ്റി ഓഫീസർ ഓക്കെ പറയാതെ എനിക്ക് കഴിക്കാൻ നിർവാഹം. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാടാ പെരുമാളെ സഹകരിക്കേണ്ടത്? പിന്നെ നാളെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിങ്ങളുടെ എല്ലാ സെക്യൂരിറ്റിയും മറികടന്ന് അയാൾ മുഖ്യമന്ത്രിയെ അപകടപ്പെടുത്തിയാൽ അത് എന്റെ കുറ്റമല്ല, നിങ്ങളുടെ കഴിവുകേട്. ടു ബി ഫ്രാങ്ക്, അത്രയും അധ്വാനിച്ച അയാൾ അതിന് ശ്രമിച്ചാൽ അയാൾ ധീരനാണ്. ഞാൻ അയാളെ അഭിനന്ദിക്കും. പ്രതിപക്ഷത്തിനോടുള്ള ബഹുമാനം ശത്രുവിനോടും ഉള്ളത് മുഖ്യമന്ത്രിക്ക് ഭൂഷണമാണ്. ഈ നാവിന്റെ മെടുക്കാണ് നിങ്ങളെ മുഖ്യമന്ത്രിയാക്കിയത്. നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് വലിയ ധീരതയായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഒരു പോലീസുകാരൻ അത് മണ്ടത്തരമായിട്ടേ കാണാൻ കഴിയും. മുൻകരുതലും മുന്നറിയിപ്പും ഒക്കെ എല്ലാവർക്കും നല്ലതാണ്. നാളെ KGR എന്ന വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു പ്രശ്നവും ഇല്ല. ഒരു സാധാരണ മരണം, ദാറ്റ്സ് ഓൾ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി യു ആർ ദ ചീഫ് മിനിസ്റ്റർ. കൂടാതെ വളരെ ചെറുപ്പം മുതൽ എനിക്ക് അറിയാവുന്ന ഒരു സുഹൃത്തും. നീ എന്നെ ഭീഷണിപ്പെടുത്തിയിരുത്താനൊന്നും ശ്രമിക്കണ്ട. ശ്രമിച്ചാലും പ്രയോജനമില്ലെന്ന് എനിക്കറിയാം. അതെന്റെ ബോസിനോട് പറഞ്ഞിട്ട് തന്നെ ഞാൻ വന്നിരിക്കുന്നത്. If a man ought to kill somebody, there is no other way than he gets killed. ഇംഗ്ലീഷിലുള്ള ഒരു സെയിങ് ആണ്. ഒരാൾ മറ്റൊരാളെ കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയാൽ അയാൾക്ക് മരിക്കാതെ വേറെ മാർഗവുമില്ല. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ഒരുത്തൻ ചാവണമെന്ന് പറഞ്ഞ് തുനിഞ്ഞിറങ്ങിയാൽ അയാളെ രക്ഷിക്കാനും വേറെ മാർഗമൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ പറയുന്ന സ്ഥിതിക്ക് ഇതിന്ന് ഒഴിവായിക്കൂടെ? ഞാൻ പോയിട്ട് വരാം. എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു. ഞാൻ എന്തൊക്കെയോ വേണ്ടാത്ത സ്വപ്നങ്ങൾ കണ്ടു. മിനിഞ്ഞാന്നും നീ ഇവിടെ ത്രികാല പൂജ നടത്തിയത് ഈ പേടിയും ഭയമൊക്കെ മാറാൻ വേണ്ടിയാണ്. ചേട്ടന്റെ ആയുസിന് വേണ്ടിയാ. പിന്നെന്തിനാ ഇത്ര പേടിക്കുന്നത്? ദേ, ഇതെനിക്ക് ഇഷ്ടമല്ല. കണ്ണു തുടങ്ങി. എങ്കിൽ ഞാൻ കൂടി വരാം. വേണ്ട, നീ സമാധാനമായിട്ടിരിക്കും. എനിക്കൊന്നും സംഭവിക്കും. ഹലോ, അതെ, അതെ, പുറപ്പെടും. ഉണ്ടുണ്ടുണ്ടുണ്ട്, ഇഷ്ടം പോലെ പോലീസുണ്ട്, മുമ്പിലും പുറകിലും. ഗോപിയേട്ടാ, ഇത് ഗണപതി അമ്പലത്തിൽ നാളികേരം ഉടയ്ക്കാൻ. ദേ, ഇത് ചേട്ടന്റെ പേരിൽ പുഷ്പാഞ്ജലിക്ക്. ഇത് ശിവന്റെ അമ്പലത്തിൽ ധാരയ്ക്ക്. ഇതൊന്നും മറക്കരുത് കേട്ടോ.
പാൻ ചെയ്തേ. Parade ready for inspection, sir. ക്യാമറ 4, ആ ക്രൗഡിനെ ഒന്ന് പാൻ ചെയ്തേ. ഹലോ, ക്യാമറ 3, ആ പോലീസിന് ടൈറ്റ് ആയിട്ടൊന്ന് പാൻ ചെയ്തേ. അല്ല പെരുമാളെ, എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഇത്രയും പേരുടെ കണ്ണു വെട്ടിച്ച് ഇവൻ എങ്ങനെ ഈ പെരേഡിന്റെ അകത്ത് കയറി പറ്റി? ജീവിച്ചിരിപ്പുണ്ടായിരുന്നേ അയാളോട് ചോദിക്കായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഹി ഈസ് ഡെഡ്.